ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ഒരു സർവീസ് ചെയ്യുന്നത് ഒരു ഡി വി ഡി പ്ലെയറാണ്. വലിയ പ്രശസ്തിയൊന്നുമില്ല ഡി വി ഡി പ്ലെയർ ചെയ്യുന്നതിന്. കാരണം എന്ന് വെച്ചാൽ ഡി വി ഡി പ്ലെയർ എല്ലാം കാലഹരണപ്പെട്ടു, ഡി വി ഡി ഒന്നും ഇല്ലെന്നായി. എന്നാലും ഒത്തിരി ആൾക്കാരുടെ കയ്യിൽ ഡി വി ഡി ഡിസ്കുകൾ കണ്ടവാനേ ഇരിപ്പുണ്ട്. പിന്നെ പല ഡി വി ഡി പ്ലെയറും പെൻഡ്രൈവ് ഒക്കെ ഉള്ളതുകൊണ്ട് പഴയ സെറ്റിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പ്ലേ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഒരു കസ്റ്റമറുടെ ഒരു ആഗ്രഹം അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണ്. ശരിക്കും ഡി വി ഡി പ്ലെയറൊക്കെ സർവീസ് ചെയ്ത് നമുക്ക് ശരിക്കും മുതലാവത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതുപോലെ മെനക്കേടാണ്. അതിനുള്ള പൈസയൊന്നും അതിന് മേടിക്കാൻ പറ്റത്തില്ല നമ്മുടെ കഷ്ടപ്പാട് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഒരു ഡി വി ഡി പ്ലെയർ ഇതിപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടോ, കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ചിരിക്കുക കണ്ടോ. അതിൻ്റെ ആ ഒഴുകിയിരിക്കുന്ന ഇലക്ട്രോലൈറ്റാണ് കണ്ടോ, വീർത്ത് പൊട്ടിയിരിക്കുകയാണ്. കപ്പാസിറ്റർ പൊട്ടിയിട്ട് അതിൻ്റെ ഇലക്ട്രോലൈറ്റ് അതിൻ്റെ കവറെ വീണിരിക്കുക. അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതെല്ലാം ദ്രവിച്ചു പോകും. ഒരു ആസിഡ് പോലൊരു സാധനമാണ് ഈ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പവർ സപ്ലൈ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ നോക്കി. പിന്നെ ഡി വി ഡിയുടെ സ്ട്രിപ്പും ഒക്കെ എല്ലാം പഴകി, ആരോ നോക്കിയിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ സെറ്റാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ മദർ ബോർഡിനും ചിലപ്പോൾ പ്രശ്നമുണ്ടോ എന്ന് അറിയത്തില്ല. ഏക്കാലം പവർ സപ്ലൈ നമ്മൾ റെഡിയാക്കി എടുത്തെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം ഇനി ബോർഡൊക്കെ നല്ലതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പവർ സപ്ലൈ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാനത് ചെയ്യാൻ വിചാരിച്ചെന്നാന്ന് വെച്ചാൽ പാനാസോണിക്കിൻ്റെ ഡി വി ഡി പ്ലെയർ ആണെങ്കിലും ഇതിനകത്തിരിക്കുന്ന ബോർഡ് പവർ സപ്ലൈയും ഒക്കെ ഈ ചൈനീസ് മോഡലാണ്. അപ്പോൾ അത് നമുക്ക് സാധാരണ പല പ്ലെയറുകളിലും വരാറുള്ള കൂട്ട് പവർ സപ്ലൈയും ബോർഡും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ പാർട്സൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ട്. ഈ പവർ സപ്ലൈ ഞാൻ കണ്ടമാനം റിപ്പയർ ചെയ്ത് എടുത്തിട്ടുള്ള പവർ സപ്ലൈ ആണ്. നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പാനാസോണിക്കിൻ്റെ ഒരു ഡി വി ഡി പ്ലെയറാണ്. അതിനകത്തുനിന്ന് പുകയും വെടിയെല്ലാം വന്നു. അപ്പോൾ നമ്മൾ അയച്ചു നോക്കുകയാണ്. ഇതിനകത്ത് ഇതിൻ്റെ കപ്പാസിറ്റർ എല്ലാം കൂടെ പൊട്ടി ഒടിച്ചതാണ്. 2 കപ്പാസിറ്ററുണ്ട്, ഒരെണ്ണമേ പൊട്ടിയത് കാണുന്നുള്ളൂ. 450 വോൾട്ട്. ഇപ്പോൾ പൊട്ടിയ സാധനം ഈ പവർ സപ്ലൈ ബോർഡിൽ കപ്പാസിറ്റർ പൊട്ടി. ഇത് പവർ സപ്ലൈ വോൾട്ടേജ് ഒന്നും വരുന്നില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഈ കപ്പാസിറ്റർ പൊട്ടാനായിട്ടൊരു കാരണമുണ്ട്, ചുമ്മാ പൊട്ടിയല്ല. ഇത് ഇവർ ഒരു കോയിൽ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് പാരൽ ചെയ്തിട്ടിരിക്കുന്ന കപ്പാസിറ്ററാണ്. 2 കപ്പാസിറ്റർ ഒരേപോലെ ഉള്ളതുണ്ട്. 15 MFD 450 വോൾട്ടാണ് കിടക്കുന്നത്. 2 കപ്പാസിറ്ററും തന്നെ പോക്കാണ്. 15 MFD 450 വോൾട്ട് കപ്പാസിറ്ററാണ്. ഇത് കണ്ട് ഇതിൻ്റെ അടിയിലും മറ്റേ തുരുമ്പെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഉപയോഗിക്കാതിരുന്നിട്ട് വല്ലതും ആയിരിക്കും. എന്നാണെങ്കിലും 2 കപ്പാസിറ്ററും ഞാൻ മാറാൻ തീരുമാനിച്ചു. ഇത്രയും ചെറിയ 450 വോൾട്ട് കപ്പാസിറ്റർ കിട്ടാനാണ് പാട്. അപ്പോൾ വലിപ്പം വ്യത്യാസം വരാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരിങ്ങനെ ഓരോ കപ്പാസിറ്ററായിട്ട് ചെയ്യുന്നത്. കുഴപ്പമില്ല, 2 അവരിട്ടിരിക്കുന്നത് 2 തന്നെ ചെയ്യാം. ഈ പവർ സപ്ലൈ ഒക്കെ മിക്കവാറും ഡി വി ഡി പ്ലെയറിനൊക്കെ വരുന്ന കൂട്ട് പവർ സപ്ലൈയും എല്ലാമൊക്കെയാണ്. എല്ലാവരും ചൈനയിൽ പോയി ഉണ്ടാക്കി ആകെ. അതല്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യാതെ വീട്ടിലൊക്കെ നമ്മൾ ചോറുണ്ടാക്കി നല്ല കഞ്ഞിയൊക്കെ വെച്ച് പണ്ടൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഒരു സദ്യ ഒരു 6 ഗസ്റ്റൊക്കെ വന്നാൽ നമ്മൾ തന്നെ വീട്ടിലൊക്കെ പോയല്ലേ പണ്ടൊക്കെ ചെയ്തിരുന്ന. വീട്ടിലെല്ലാവരും കൂടെ കൂടി നല്ല ഒന്നാം തരം ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല രസമായിട്ട് നമ്മൾ കഴിക്കും. നല്ല ഇറച്ചിയും മീനും മുട്ടയും, വെജിറ്റേറിയൻ ആൾക്കാരാണ് വെജിറ്റേറിയനും ഒക്കെ കൂട്ടി കഴിച്ചിരുന്ന കാലം. ഇന്നിപ്പോൾ ആർക്കും ഒന്നും കഴിയില്ല. എല്ലാവരും നേരെ ഹോട്ടലിലേക്ക് പോകും, തന്തൂരി അടിക്കാൻ പോകും. അവിടെ ബംഗാളി കണ്ട വിഷമൊക്കെ ചേർത്ത് മറ്റുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കുന്നതും. എല്ലാവരും അടച്ച് ഞാൻ പറയുമല്ലോ കേട്ടോ. അത് നല്ല രീതിയിൽ ചെയ്യുന്നവരും ഉണ്ട്, മോശം രീതിയിൽ ചെയ്യുന്നവരും ഉണ്ട്. നല്ല രീതിയിൽ നല്ല സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. എന്നാലും ഭൂരിഭാഗം കടകളിലും ഈ ജോലിക്കാരെന്താ ചെയ്യുന്നതെന്ന് ഓണർ അറിയുന്നില്ലല്ലോ. അതാണ് അതിൻ്റെ അകത്തെ ഒരു പ്രശ്നം. അങ്ങനെയൊക്കെ വന്ന് ജപ്പാന് സ്വന്തമായിട്ട് ഇലക്ട്രോണിക്സും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന നല്ലൊരു രാജ്യമായിരുന്നു. ലോകത്തിലെ നമ്പർ 1 ആയിരുന്നു ഇലക്ട്രോണിക്സിൽ. അവർ ഈ ചൈനക്കാരെ ആശ്രയിക്കാൻ പോയിട്ട്
അവസാനം ചൈന ഉണ്ടാക്കി കൊടുത്ത് ഇത് കൂട്ട് വെടുങ്ക് സാധനം നാട്ടുകാർക്ക് വിറ്റ് കാശ് മേടിക്കേണ്ടി വന്നു. ഞാൻ കുറ്റം പറയല്ല, നമ്മുടെ കഴിവ് നമ്മൾ കളയരുത്. വേറെ ആരെങ്കിലും നമുക്ക് വില കുറച്ച് ചെയ്തു തരുമെങ്കിൽ അവനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നിൽക്കാതെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് അത് കൂട്ടി ചെറുത് കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇപ്പം നമുക്ക് അതാണ്, അത് ചെറുതാണത്. അവരാ ചെറുത് അവിടെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഒരെണ്ണത്തിൻ്റെ കാല് ദ്രവിച്ച് തന്നെ പോയതാണ് ഓൾറെഡി, ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കതിന് പറ്റിയ ഒരു കപ്പാസിറ്റർ അവിടെ വേണം, അവിടെ കൊള്ളുന്ന വേണം. ഒത്തിരി പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കവർ അടയ്ക്കാൻ പറ്റത്തില്ല, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ നോക്കിയപ്പോൾ അവിടെ ഒരു കോയിലുണ്ട്. ഈ കോയിൽ ഓൾറെഡി തുരുമ്പെടുത്ത് അതിൻ്റെ കാലെല്ലാം തുരുമ്പെടുത്ത് വിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ കപ്പാസിറ്റർ ചീറ്റിപ്പോയത്. അപ്പോൾ ആ കോയിൽ വഴി കണക്ഷൻ കൊടുത്തിരിക്കുമ്പോൾ ആ കണക്ഷൻ ഇല്ലാതെ വരുമ്പോഴത്തേക്കും സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് അതവിടെ ഇല്ലാതെ വരുമ്പോഴത്തേക്കും കപ്പാസിറ്ററിന് വോൾട്ടേജ് കൂടുതൽ വന്ന് ആ ഒരു കപ്പാസിറ്ററിലോട്ട് അത് വന്ന് കപ്പാസിറ്റർ പൊട്ടിപ്പോവുക ചെയ്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കോയിലുകൾ, പിന്നെ ബോർഡേലൊക്കെ ഒത്തിരി ഡ്രൈയും അതും ഇതും, പിന്നെ ഒരു ചെറിയ ക്ലാവ് പിടിച്ച പോലെയൊക്കെ ഉണ്ട് ബോർഡേൽ. ശരിക്കും ഇത് നന്നാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ സമയം കളയുന്ന പരിപാടിയാണ്. എന്നാലും നമ്മളൊന്ന് ശ്രമിക്കുകയാണ്, ടൈമില്ലെങ്കിൽ പോലും. ആ മനുഷ്യൻ്റെ അതിനോടുള്ള ആ ഒരു ആഗ്രഹം കണ്ടിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പുള്ളിക്ക് അത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായി കിട്ടണം. പുള്ളിക്ക് പൈസ പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. എത്ര പൈസ പറഞ്ഞാലും നമുക്കൊരു പരിധി വിട്ട് പൈസ വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ബോർഡെല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ആ കോയിൽ ഞാനൊന്ന് പറിച്ചെടുക്കാൻ നോക്കുകയാണ്. കോയിലിന് കണക്ഷൻ ഓൾറെഡി എന്നാണേലും ഇല്ല. അതെനിക്കറിയാം. ആ കോയിൽ നേരത്തെ ഞാൻ മാറ്റിയിട്ടുള്ളതാണ്. പല സെറ്റായിട്ട് ആ പവർ സപ്ലൈ വന്നിട്ടുണ്ട്. ആ സർക്യൂട്ട് എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ആ കോയിലൊരു കൂടിപ്പോയാലൊരു 5 ഓംസോ 10 ഓംസി 5 ഓംസി താഴെ അല്ലെങ്കിൽ ഒരു 6 ഓംസി കൂടുതൽ വരാൻ പാടില്ലാത്ത കോയിലാണ്. അത് DC കഴിഞ്ഞിട്ടിട്ട് കൊടുത്തിരിക്കുന്ന കോയിലാണ്. അതായത് നമുക്ക് ഒരു പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ നേരെ AC കൊണ്ടുവന്ന് 4 ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞൊരു 4 ഡയോഡ് ഇട്ടിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഡയോഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഡയോഡ് നമുക്ക് AC കറണ്ടിനെ DC ആക്കി മാറ്റുന്ന ഡയോഡ്. ഞാനീ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ ഇലക്ട്രോണിക്സിലെ വിദഗ്ധരായ മെക്കാനിക്കൾക്ക് വേണ്ടിയല്ല കേട്ടോ. അവർക്കെല്ലാം അറിയാമല്ലോ. പിന്നെ ഞാൻ പറയുന്നു എൻ്റെ വീഡിയോസൊന്നും അവർ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഏത് കൊച്ച് ഇലക്ട്രോണിക്സുകാരനെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു LED TV സ്ട്രിപ്പ് മാറിയതിന് ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നുണ്ട്. അത് സ്ട്രിപ്പ് മാറുമ്പം അതിന് വയർ ഇടണമെന്ന്. അപ്പോൾ ഈ വയർ ഇടാതെ നമുക്ക് ചെയ്യാനുള്ള വഴികളുണ്ട്. വയറിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ വയറിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് വയർ ഇടാതെ എന്തുകൊണ്ടാണ് ഇത് വയർ ഇടേണ്ടി വരുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. പക്ഷേ എനിക്കറിയാം എന്തുകൊണ്ടാണ് വയർ ഇടുന്നതും ഇടാത്തതും ഇടാതെ ചെയ്യാൻ പറ്റും. ഞാനൊരു 10-200 TV എങ്കിലും ബാക്ക് ലൈറ്റ് അത് കൂട്ട് 40 ഇഞ്ചിൻ്റെ മാറിയിട്ടുണ്ട്. എൻ്റെ സോണി ന്യൂ ടിപ്സ് മലയാളം എന്ന ചാനലിനകത്ത് അത് തന്നെ എല്ലാ മോഡലിൻ്റെ എല്ലാ 40 ഇഞ്ച് R സീരീസിൻ്റെ LED ഞാൻ മാറിയിട്ടുണ്ട്. ഒന്നും തന്നെ റിപ്പീറ്റ് ആയിട്ടില്ല, എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല. അപ്പോൾ പുള്ളിക്കിനി വയറിടാതെ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ ജോയിൻ ചെയ്തതിന് ശേഷം എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചാൽ വയറിടാതെ എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പുള്ളിക്ക് പറഞ്ഞു തരാൻ തയ്യാറാണ്. കാരണം എനിക്ക് ആർക്കും ഒരു അറിവ് പറഞ്ഞു കൊടുക്കുന്നതിൽ ഇല്ല. പിന്നെ നമ്മളൊരിക്കലും അഹങ്കരിക്കാറില്ല. ഞാനൊരിക്കലും ഞാൻ 35 വർഷമായിട്ട് ഈ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കെല്ലാം അറിയാമെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ലോകത്തിലെ നമ്പർ 1 വിഡ്ഢിയായിരിക്കും. കാരണം ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടലാണ്, അറേബ്യൻ സീ പോലെയാണ്. അതിനകത്ത് ഒരു 1-2 മണൽത്തരികൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് കണ്ടുകൊണ്ട് ഞാൻ ഇലക്ട്രോണിക്സിൽ അധികാരിയാണ്, ഭയങ്കര ടെക്നീഷ്യനാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയല. അതങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ലോകത്തിലെ വിഡ്ഢിയായതുകൊണ്ടാണ്. അപ്പം നമ്മളൊരു എളിമയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ 1-2 സെറ്റ് ശരിയാക്കി എന്നോർത്തോ അങ്ങനെ കാര്യങ്ങൾ ചെയ്തെന്നോർത്തോ ഞാൻ വലിയ ടെക്നീഷ്യനാണ്, ഭയങ്കരമായിട്ട് പണി അറിയാവുന്നവനാണ് എന്ന് ഞാൻ ഒരിക്കലും പറയല. എനിക്കൊന്നും അറിയില്ല, വളരെ നിസ്സാരമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെന്ന് ഓർത്ത് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്. ആർക്കും പറഞ്ഞു കൊടുക്കില്ല. എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നപ്പോൾ കുറച്ചുണ്ടെന്നുള്ളേ ഉള്ളൂ. എന്നാലും യൂട്യൂബിനകത്തുള്ള പല കാര്യങ്ങളും ഫേക്കാണ്.
എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഫേക്കാണ്, നടക്കാത്ത കാര്യങ്ങളാണ്, വെറുതെ കാണിക്കുന്നതാണ്. അപ്പം എനിക്കങ്ങനെ പറഞ്ഞ ആരും തരാഞ്ഞതിൻ്റെ പേരിൽ, പറഞ്ഞ് തെറ്റ് തന്നതിൻ്റെ പേരിൽ എനിക്ക് തീർച്ചയായിട്ടും ശരിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് സംസാരിക്കുന്നു. അതിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് എൻ്റെ രീതിയിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒഴിഞ്ഞു മാറി നടക്കാറുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ കയ്യിൽ ആ തെറ്റെന്നുള്ളത് അവർക്കറിയാം. തെറ്റ് ചെയ്തവൻ എപ്പോഴും പേടിക്കും. പക്ഷേ തെറ്റ് ചെയ്യാത്തവൻ പേടിക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തവൻ പേടിക്കുന്നതും തെറ്റ് ചെയ്യാത്തവൻ പേടിക്കാത്തതുമായ സാഹചര്യം പോലെയാണ്. സത്യം പറയുന്നവൻ ഭയപ്പെടേണ്ട കാര്യമില്ല, നുണ പറയുന്നവനും കള്ളത്തരം പറയുന്നവനും ഭയപ്പെടണം. അപ്പോൾ നമ്മളുടെ കപ്പാസിറ്റർ നമുക്ക് 2 സംഘടിപ്പിക്കുകയാണ്. ആ കോയിൽ ഞാൻ ചുരണ്ടി എടുക്കുവാണ്. എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി ആ കോയിൽ തന്നെ ഇടാൻ. വീഡിയോയ്ക്ക് അത് ബാധകമാവേ, നമ്മൾ കുറച്ചിട്ട് കഴിഞ്ഞാൽ. അതും കൂടി ഞാൻ തുടി ഇങ്ങനെ ചെരിച്ചു വെച്ചാൽ മതി. ഐഡിയ മനസ്സിലായി? ആ, അതിപ്പം നേരെ നിന്നാലും ചെരിഞ്ഞു നിന്നാലും വർക്ക് ചെയ്താൽ പോരെ. തല്ലിപ്പുള്ളി സാധനം ഇട്ടിട്ട് കത്തിപ്പോയാൽ അവിടെ തിരക്കുണ്ടായിരുന്നു. ഒരു കടയിലും ആളില്ലല്ലേ? വണ്ടി ആ മറ്റേ ഫ്രണ്ട് വെക്കത്തില്ലോ, പോലീസ് ഓടിക്കുമല്ലേ? അതെയോ? ഇവിടുത്തെ ഒരു ക്യാമറയും വർക്ക് ചെയ്യുന്നില്ല. ഇവിടുത്തെ ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഏജൻസി ഒരു മോനെയും മൈജിന്ന് മേടിച്ചാണോ? മൈജി ആ, അവർക്കുണ്ടായിരുന്നത്. ഞങ്ങളുടെയിലും ഉണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ടി വിയാ കട്ടർ. കാണിച്ച് വീഡിയോ എടുത്തു. ടേപ്പ് പാടിക്കൊണ്ടിരിക്കുമല്ലേ? നോക്കിയാൽ ഓളിയും കൂട്ടി നോക്കിയാൽ പാടുമല്ലേ? കപ്പാസിറ്റർ ഇത് കണ്ടോ? ഇതിലിരുന്ന കപ്പാസിറ്റർ ഇത്രേ ഉള്ളൂ വലിപ്പം. നമുക്ക് കിട്ടിയ കപ്പാസിറ്റർ 450 വോൾട്ട് 22 UF സാംസങ്ങിൻ്റെ കപ്പാസിറ്റർ കിട്ടി. നല്ല കപ്പാസിറ്റർ കിട്ടി. ഇത് 15 UF ഉള്ളൂ. ഈ 15 UF പിന്നെ 10 ഉള്ളൂ. 10 ഇടുക കുറഞ്ഞു പോകുന്നത് കൊള്ളുകയില്ല. നമുക്ക് ഇച്ചിരി കപ്പാസിറ്റർ കൂടുന്നത് കൊണ്ട് നല്ലതാണ്. ഫിൽറ്ററിങ് കൂടുകയുള്ളൂ, വില കൂടും, പക്ഷേ ഫിൽറ്ററിങ് കൂടും. അപ്പോൾ അത് നേരെ വെക്കുമ്പോൾ മണ്ട വന്നിരിക്കും. ഇത്ര പൊക്കമല്ലേ പ്ലെയറിനുള്ളൂ. ഈ ബോർഡിൻ്റെ മിക്കവാറും പല കാലയിലും എവിടെയൊക്കെ തുരുമ്പുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുവാണേ. അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാനിത് കൊടുത്തിട്ട് ഒരു 2 മാസം അല്ല 3 മാസം കഴിയുമ്പോൾ അയാളുടെ സെറ്റ് പിന്നെയും കംപ്ലൈൻ്റ് ആവുമേ. ഞാൻ ചെയ്ത് കൊടുത്ത സെറ്റ് ഒരു മിനിമം ഒരു 5 വർഷം വർക്ക് ചെയ്തിട്ടേ വരാവുള്ളൂ നിർബന്ധമുള്ള മനുഷ്യനെ. പക്ഷേ ഇവിടെ ഈ കപ്പാസിറ്ററൊക്കെ പൊങ്ങിയിരിക്കുന്നതിനൊക്കെ ഒരു തുള്ളി ഗ്ലൂ കൊടുത്താൽ അതൊക്കെ നല്ല വെട്ടിക്കെട്ട് പോലെ അവിടെ ഇരുന്നോളൂ. ഒരു ശല്യമില്ലാതെ അവിടെ ഇരുന്നോളൂ. ഇനി ഒരു ഇച്ചിരി തിന്നറും ബ്രഷും വേസ്റ്റും എടുത്താൽ. അപ്പോൾ കോയിൽ ഓക്കെ ആയി. 2.8 വന്നു. മെയിൻ ഫിൽറ്റർ പൊട്ടിപ്പോയ 2 മെയിൻ ഫിൽറ്റർ ഇട്ടു. അതാണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി പുത്തം പോലെ ആക്കി. ഇനി നമുക്ക് ഒന്ന് കുത്തി നോക്കാം എന്നാ സംഭവിക്കുമെന്ന്.
അതെ, ഒത്തിരി പൊടിയും മണ്ണുമൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കി. മര്യാദയ്ക്കാണെങ്കിൽ ഇത് വർക്കാകണം, ഓണാകണം. $18,900. അതിൻ്റെ വില $34,900. കുറഞ്ഞ ടി വി അല്ല. കുഴപ്പമില്ല. ഇനി നമുക്ക് പ്ലഗ് ചെയ്ത് നോക്കാം. ഓഫ് ചെയ്തു. ഡിസ്ക് ഇത് പാടുന്നല്ലോ, അതിനകത്ത് കിടക്കുക പപ്പ പാടുക. അത് കുത്തിയത് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പപ്പ. ഇത് ഈ പെൻഡ്രൈവിൻ്റെ കുഴപ്പമാണോ എന്ന് തോന്നുന്നൊരു സംശയം. മറ്റേ വെള്ള പെൻഡ്രൈവിഞ്ഞത് നമുക്കിവിടെ 2 വോൾട്ടാണ് വരുന്നത്. ഒരു 5 വോൾട്ടും ഒരു 12 വോൾട്ടും.
ഈ 5 വോൾട്ടും 12 വോൾട്ടും വരുന്നുണ്ട്, 2 വോൾട്ടും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പം നമ്മൾ ഇതാദ്യം ഓണായി, ഞാൻ വേറെ പവർ സപ്ലൈ വെച്ചപ്പോൾ ഓണാക്കി നിങ്ങളെ കാണിച്ചേ. അപ്പോൾ ഈ മോഡൽ പവർ സപ്ലൈക്കുള്ള ഒരു കോമൺ പ്രശ്നമാണ്, ഇവിടെ ഒരു IC ഉണ്ട്. ഈ IC കംപ്ലൈൻറ്റ് വരിക എന്നുള്ള ഒരു കോമൺ പ്രശ്നമാണ്. ഈ IC TN/177 എണ്ണ 177 എണ്ണ അത് കംപ്ലൈൻറ്റ് വരാറുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ തണുത്തിരിക്കുമ്പോൾ കുത്തുമ്പോൾ ഇവനങ്ങ് ഓണാവും, ഓണായി വർക്ക് ചെയ്യും, പിന്നെ കട്ടായി പോകും. അത് നേരത്തെ വന്നിട്ടുള്ളതാണ് ഈ കംപ്ലൈൻറ്റ്. ശരിക്കും ഇപ്പം നമ്മൾ തണുത്തിരിക്കുകയാണ്. അത് കണ്ട് ഇപ്പോൾ വർക്കായി. ഇപ്പോൾ അവിടെ വോൾട്ടേജ് എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. എന്നാലും നമുക്ക് നോക്കാം. ഇപ്പോൾ വോൾട്ടേജ് പോയി, വന്നിട്ട് വോൾട്ടേജ് പോയി, ഇപ്പോൾ IC അത് നിന്നുപോയി. അപ്പോൾ നമുക്ക് IC ഒന്ന് മാറി നോക്കാം. കാരണം ഇത്രയും പണികളൊക്കെ അതിന് ചെയ്തതല്ലേ, അതുകൊണ്ട് നമ്മൾ IC ഒന്ന് മാറി നോക്കാൻ പോവാം. മീറ്റർ എടുക്കുന്നതാണ് ഞാമായിരിക്കും. TN/177 PN അതാണല്ലോ നമ്മളെ കൂട്ടിയിരിക്കുന്നിടത്തും. 177 നമ്മുടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ പവർ സപ്ലൈയിലെ IC അയക്കാം. പിന്നെ ചില ഒരു ഗുണങ്ങൾ ഈ ചൈനീസ് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അത് ഏറ്റവും ചീപ്പായിരിക്കും, പെർഫോമൻസ് കൂടുതലും, വില കുറവും, സാധനം ചീപ്പായിരിക്കും. അപ്പോൾ നമുക്കൊരു നന്നാക്കിയെടുക്കാനും പാർട്സ് മേടിക്കാനും ഒക്കെ അധികം പൈസ വരത്തില്ല. അതായത് വർക്ക് ചെയ്യാൻ എന്തെല്ലാം വേണോ, അത്യാവശ്യം ഓടാൻ എന്തെല്ലാം വേണോ, ആ സാധനം മാത്രമേ ഇവരിടുകയുള്ളൂ. അതുകൊണ്ട് ചിലവ് കുറഞ്ഞിരിക്കും. ഇപ്പം കമ്പനിക്കാർക്കൊക്കെ അത് ലാഭകരമായിരിക്കും. പിന്നെ നമുക്ക് സർവീസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇത് കണ്ടോ, IC ചാടി വന്നു. കണ്ടേ TN/177 PN എന്നാണ് ഈ IC നമ്പർ. TN/177. ഒരു കാലില്ലാത്ത വികലാംഗനുമാണ് ഈ IC. ഒരു കാലം അതിന് കുറവായിരിക്കും. അപ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പൊളാറ്റ് തിരിച്ചിടുകയല്ല, ആ തുള PCBയിലും ഇല്ലതാണ്. അപ്പോൾ നമ്മുടെ അത് മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതുണ്ടായി കൂട് നിറയെ ഇരിപ്പുണ്ട്. TN/177 PN ഇത് പുതിയത്. ഇതാണ്ട് പുതിയത്. അതുകൊണ്ട് ഒരു പാക്കറ്റ് ഇരിപ്പുണ്ട്, നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണിച്ചു പുതിയത്. ഇനി ഇതെടുത്ത് പെട്ടി വെച്ചാലേ പുതിയ IC. എൻ്റെ കാലൊക്കെ ക്ലാവ് കാണുമേ. എല്ലാത്തിൻ്റെ IC റെസിസ്റ്റർ എല്ലാം നമ്മൾ എടുക്കുമ്പോൾ ക്ലീൻ ചെയ്തിട്ടേ ഇടാൻ പറ്റുള്ളൂ. ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതൊന്നും പിടിക്കുകയില്ല. കാരണം ഇതിൻ്റെ എല്ലാം കാലെല്ലാം വെറുതെ ഇരിക്കുന്നല്ലേ പുറത്ത്, ക്ലാവും കാര്യങ്ങളും കാണും. അപ്പം നമുക്ക് 4, 3, 7 കാലാണ് ഇതിനുള്ളത്. ഈ പൊളാറ്റ് ഒന്നും നോക്കാനില്ല, കയറത്തില്ല. കാരണം ഒരു കാലില്ല ഇതിൽ. നമ്മൾ കയറ്റി ഇതാണ്ട് എല്ലാ കാലും. ഇവിടെ 4 കാലും ഒന്നിച്ച് വന്നു, ഇവിടെ 3 കാലും വന്നു.
ഇപ്പോൾ ക്ലിയറാണ്. എങ്ങനെ ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് പോകുന്നത് നോക്കി മനസ്സിലാക്കി. ഇത് ഓസിലേറ്റർ IC ആണ്. പിന്നെ ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മളിതൊക്കെ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ പല വർഷങ്ങളായ കാലഹരണപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ IC കൂട് മേടിച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇത് ചെയ്തിട്ടുള്ളതാണ്. ഈ ഫോണാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. വീഡിയോ കണ്ടവാനം നീണ്ടുപോയി, 30 മിനിറ്റോളമായി. അതുകൊണ്ട് തക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഏകദേശം വർക്കൊക്കെ തീർന്നിട്ടുണ്ട്. DVDയും കൂടെ ശരിയാക്കി എടുക്കാൻ നോക്കുവാണ്. അതിൻ്റെ സ്ട്രിപ്പെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറിയിടുമായിരുന്നു. ക്ലീൻ ചെയ്തെല്ലാം നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഫിനിഷ് ചെയ്ത വർക്കുകൾ പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം തന്നെ 30 മിനിറ്റിന് മേളിലായി. അപ്പോൾ ഒരു DVD പ്ലെയർ നന്നാക്കാൻ വേണ്ടി ഇത്രയും സമയം എടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓരോ സെറ്റുകളും അതിൻ്റേതായ നല്ല സമയമെടുത്താണ് നമ്മൾ പല സെറ്റുകളും റിപ്പയർ ചെയ്ത് തരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത സെറ്റുകൾ കുറച്ച് താമസം പലപ്പോഴും നമുക്ക് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന പെട്ടെന്ന് ഒരു സെറ്റ് തീർന്നെന്ന് വരികയില്ല. അതുകൊണ്ടാണ് നമ്മൾ വർക്കിന് താമസം വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചേഴ്സ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.